പക്ഷേ കർഷകർക്ക് യഥാർത്ഥത്തിൽ പ്രശ്നമാണ്. അവരുടെ ഒരു സൈഡിൽ കൂടെ ആനകൾ വിളകൾ നശിപ്പിക്കുന്നു. നമ്മൾ വനംവകുപ്പിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വാച്ചർമാരുടെ സഹായത്തോടെ നിരന്തരം രാത്രികാലങ്ങളിൽ പട്രോളിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും പുലി നമ്മുടെ ജനവാസ മേഖലകളിൽ ശല്യം ഉണ്ടാകുന്നുണ്ട്. സ്റ്റാഫുകളുടെ നമുക്ക് കുറവായിട്ടുണ്ടോ? സ്റ്റാഫുകൾ വനംവകുപ്പിൻ്റെ അംഗീകൃത സ്റ്റാഫുകളുണ്ട്. പക്ഷെ അവർ ഈ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടികളാണ്. അപ്പോൾ ഉറക്കം വളച്ചുള്ള ഇതാണ്. അപ്പോൾ പാടത്ത് വന്യമൃഗ ശല്യവും ഏറ്റവും കൂടുതൽ HAC വിഷയം രൂക്ഷമായ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനാണ് പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ. അതിൻ്റെ സ്റ്റാഫുകൾ പരമാവധി അതിൻ്റെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽ കുളത്തുമൺ, പോത്തുപാറ, ഞണ്ടുപാറ, ഇഞ്ചപ്പാറ, കാരയ്ക്കാക്കുഴി മേഖലകളെല്ലാം തന്നെ രൂക്ഷമായ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. സമീപ ദിവസങ്ങളിൽ നിരവധി നായ്ക്കളെയും അതുപോലെ തന്നെ ആടുകളെയും പശുക്കളെയും ഒക്കെ പിടിക്കുന്ന സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നു. വനംവകുപ്പ് പാടം സ്റ്റേഷൻ്റെ പരിധിയിൽ തന്നെ 2 ഇടത്ത് കൂടുകൾ, പുലിയുടെ കൂടുകൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷെ ഒരു 3-4 മാസമായിട്ടും അതിനകത്ത് കൂടിൽ ഇതുവരെ പുലി കുടുങ്ങിയിട്ടില്ല. മുമ്പ് ഇവിടുന്ന് 2-3 പുലികളെ കൂട് വെച്ച് നമ്മൾ ഇവിടെ നിന്നും സ്ഥലത്ത് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ കർഷകർക്ക് യഥാർത്ഥത്തിൽ പ്രശ്നമാണ്. അവരുടെ ഒരു സൈഡിൽ കൂടെ ആനകൾ വിളകൾ നശിപ്പിക്കുന്നു. നമ്മൾ വനംവകുപ്പിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വാച്ചർമാരുടെ സഹായത്തോടെ നിരന്തരം രാത്രികാലങ്ങളിൽ പട്രോളിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും പുലി നമ്മുടെ ജനവാസ മേഖലകളിൽ ശല്യം ഉണ്ടാകുന്നുണ്ട്. സ്റ്റാഫുകളുടെ നമുക്ക് കുറവായിട്ടുണ്ടോ? സ്റ്റാഫുകൾ വനംവകുപ്പിൻ്റെ അംഗീകൃത സ്റ്റാഫുകളുണ്ട്. പക്ഷെ അവർ ഈ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടികളാണ്. അപ്പോൾ ഉറക്കം വളച്ചുള്ള ഇതാണ്. അപ്പോൾ പാടത്ത് വന്യമൃഗ ശല്യവും ഏറ്റവും കൂടുതൽ HAC വിഷയം രൂക്ഷമായ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനാണ് പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ. അതിൻ്റെ സ്റ്റാഫുകൾ പരമാവധി അതിൻ്റെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അത് സഹായത്തെ ചെയ്യുന്നു. ഇതിപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ ഈ പശുവിനെ പിടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥലത്തെത്തി. അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചു. വെറ്റിനറി ഡോക്ടറുമായി ബന്ധപ്പെട്ടു. വെറ്റിനറി ഡോക്ടറെ വെയിറ്റ് ചെയ്യുകയാണ്. അതിന് ഉചിതമായ നഷ്ടപരിഹാരം ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടാവുന്നത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സഹായങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ ഉടൻ തന്നെ ഒന്ന് ക്യാമറ സ്ഥാപിച്ചു. നാളെ തന്നെ പ്രതീക്ഷയാണ് ഇതിനെ പിടിച്ചിട്ട സ്ഥിതിക്ക് ഇന്ന് തന്നെ അത് രാത്രിയിൽ ഇര തേടി വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം മിക്കവാറും നാളെ തന്നെ ക്യാമറയിൽ, നമ്മുടെ വെച്ച ക്യാമറയിൽ പുലിയുടെ ആണെങ്കിൽ അതിൻ്റെ ഇത് പടം കിട്ടും. അന്നേരം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. ആ വാഹനത്തിൽ പരമാവധി സ്ഥലങ്ങളിൽ എത്താൻ ശ്രമിക്കാറുണ്ട്. ഇന്നലെ തന്നെ 2-3 സ്ഥലങ്ങളിലാണ് ഒരേ സമയം കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാഫുകളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും ബിസിയാണ്. ഞങ്ങളുടെ ആളുകൾ നിരന്തരം ഈ മേഖലകളിൽ തന്നെ ഉണ്ട്. ഈ ശല്യങ്ങൾ രൂക്ഷമായ സ്ഥലങ്ങളെല്ലാം തന്നെ എത്താറുമുണ്ട്.